ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ കാര്യം പറയാൻ തന്നെയാണ്. അപ്പൊ വിഘ്നേഷ് പറയും, ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇവർ 7ന്റെ കളിയാ, 7ന്റെ പണി എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ അവരതിന്റെ 7ന്റെ കളിയാ കളിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ ചായന്റെ കളിയാവോ? ചായന്റെ കളി ആകുന്ന പോലെ ഉണ്ട് മിക്കവാറും. 7ന്റെ കളി കളിച്ചാൽ ലാസ്റ്റ് ഒരു ചായന്റെ കളിയിലേക്ക് മാറുന്ന പോലെ ഉണ്ട്. ചായന്റെ കളി ഏകദേശം ആയതാണ്. പനിശരത്ത് രക്ഷപ്പെട്ടതാണ് ബിൻസി പോയോണ്ട്. അല്ലെ ചായന്റെ കളി തന്നെ അതിന്റെ ഉള്ളിൽ കളിച്ചു കൂട്ടുവരും. പിന്നെ പറയാന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാരും വെറുതെ കരയോ ബിഗ് ബോസിൽ. സാലിബിനെ കാണുന്ന പറഞ്ഞിട്ട് റെനാ ഫാത്തിമാര് എന്തോ ഒരു സരിക കലാപൻ സരിക ഓളെ ഭർത്താവിനെ കാണുന്ന പറഞ്ഞിട്ട് കരയുന്നു. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. അതുകൊണ്ട് ഇവർ വെറുതെ കരഞ്ഞിട്ട് റീച്ച് കൂട്ടും. പിന്നെന്ന് വെച്ചാൽ പണ്ടത്തെ ട്രാക്കിലേക്ക് പോകുന്നുണ്ടല്ലേ. പണ്ടത്തെ ട്രാക്ക് എല്ലാ പ്രാവശ്യവും ബിഗ് ബോസിന് ഒറ്റ ട്രാക്കേ ഉള്ളൂ. ആ ട്രാക്ക് പിടിക്കലിനെ. പിന്നെ നല്ലോണം കളിക്കുന്ന ഗെയിമേഴ്സ് വേറെ ഇഷ്ടംപോലെ ഉണ്ട്. അനീഷിനെല്ലാം പോലത്തെ. പിന്നെ നമുക്കിപ്പോ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെസ്ബിയൻ കപ്പിൾസ് ഇല്ലേ, ഓരെന്തോ അടിച്ച് പിരിക്കേണ്ട എന്തോ പ്ലാന് നടക്കുന്നുണ്ട് എന്നുള്ളൊരു ശരീരം കേട്ടെ. അതുണ്ടായിരുന്നു. അത് ഇപ്പൊ കഴിഞ്ഞ കുറച്ചായി അങ്ങനെ ഒരു സംഭവം നടന്നില്ല. വെച്ചാ അതൊരു ഗെയിമിന്റെ ഭാഗമാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്നത് ഗെയിമിന്റെ ഭാഗമാണ്. പക്ഷെ പുറത്തുനിന്ന് കുറേ കളിക്കുന്നുണ്ട്. അവരെങ്ങനെയൊക്കെ ഒന്ന് പിരിഞ്ഞാല് അത് രണ്ടിനെയും കാണാൻ സ്റ്റൈലുണ്ട്. അപ്പൊ അതിനൊന്ന് കെട്ടാലോ. അതിനു വേണ്ടിയിട്ടുള്ള കളിയാണ്. ഉള്ളിൽ നിന്ന് കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗെയിമാണ്. ഗെയിമിലാണ്. അവരെ തെറ്റിക്കഴിഞ്ഞാല് അവരുടെ ടീം സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാല് അവര് തമ്മിലൊരു സ്പ്ലിറ്റ് വരുത്തിയാല് മറ്റുള്ളവർക്ക് മുന്നേറാലോ. എനിക്ക് എന്നാ തോന്നുന്നു സ്പ്ലിറ്റ് ആവുക. സ്പ്ലിറ്റ് ആകുന്ന കാര്യമൊന്നുമില്ല. അത് അന്നേരം നടന്നതാണ്. ഇപ്പൊ അതിനെപ്പറ്റി അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഓരോ സംസാരിച്ച് സെറ്റാക്കി. പിന്നെ ഇന്നലെ നീ കണ്ടില്ല ബിഗ് ബോസ്? ഞാൻ കണ്ടില്ല. ഇന്നലെ പറഞ്ഞാല് ഗെയിം ഉണ്ടായി. മെയിനായിട്ട് ഗെയിമിലെന്ന് പറഞ്ഞാല് എല്ലാ ഗെയിമിനെ പറ്റി പറയുന്നില്ല. ലാസ്റ്റ് ഉള്ള ഒരു മൈൻഡ് ഗെയിം ഉണ്ടായി. എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള 3 ആൾക്കാരെ സെലക്ട് ചെയ്ത്. അതെന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്ത കണ്ടോട്ടർക്ക് അറിയാം. ഓരോ സെലക്ട് ചെയ്താണ്. അപ്പൊ ഈ അനീഷു ജിസയിലു ആര്യനാണ് പോയ വോട്ടർ എന്തും ചെയ്യണം. ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും അത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ 1000 പോയിന്റ്സ് കിട്ടും. അതെല്ലാം പിന്നെ പറയേണ്ട ആവശ്യമില്ല. കണ്ടോട്ടർക്ക് അറിയായിരിക്കും. അപ്പൊ പോയി. അപ്പൊ ടാസ്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ ആര്യനെ കിട്ടിയത് സിമ്പിൾ ടാസ്ക് ആണ്. ജ്യൂസ് കൊടുത്തിട്ട് അത് കുടിക്കുക. അതിപ്പോ നിനക്ക് വന്നാൽ നീ കുടിക്കൂലേ? അത്രേ ഉള്ളൂ. പിന്നെ ജിസയില് പറഞ്ഞാല് മുട്ടയടിക്കുക. മൊത്തത്തിൽ മുട്ടയടിക്കുക. ഓള് പെണ്ണായിട്ട് ഓക്ക് മുട്ടയടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ അനീഷിന് കൊടുത്തതെന്ന് പറഞ്ഞാല് ബിഗ് ബോസ് കഴിയുന്നവരെ അനങ്ങാണ്ടിക്കുക. അപ്പൊ അത് ടാസ്കാണ്. പക്ഷെ അനീഷ് കിട്ടിയ മുതൽ പിന്നെ അനങ്ങിയില്ല. ഒറ്റ നിർത്തോ കണ്ണിങ് അപ്പം തന്നെ ടാസ്ക് കൊടുക്കും. പിന്നെ അവര് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടാസ്ക് ആര്യനും അനീഷിനോട് മുട്ടയടിക്കാനും പറഞ്ഞ് ആര്യം പറഞ്ഞ് ഞാൻ മിണ്ടാണ്ടിരിക്കാൻ. പക്ഷെ ആര്യം രണ്ടും പറ്റില്ല. എന്നിട്ട് അനീഷ് ടാസ്ക് തന്നെ നിന്ന് ലാസ്റ്റ് ഇവർക്ക് ടാസ്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോയി. അവർ രണ്ടാളും പോയി. അല്ലെ മറ്റോന് ജ്യൂസ് കുടിക്കല. പക്ഷെ 3 ആളും ടാസ്ക് ചെയ്താലേ ഇവർക്ക് കാര്യമുള്ളൂ. അപ്പൊ പെണ്ണിനെ പറ്റാതെ കൊണ്ട് ഇവൻ മുട്ടയടിച്ചിട്ട് ഓള് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് നടന്നില്ല. അത് നടക്കാതെ കൊണ്ട് ഇവർക്ക് ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ടാസ്ക് കഴിഞ്ഞിട്ടാണ് അനീഷിന്റെ മൈൻഡ് ഗെയിം എല്ലാവർക്കും തിരിഞ്ഞത്. ഇത് ബിഗ് ബോസ് പോലത്തെ ഒരു പരിപാടിയില് എന്തായാലും മിണ്ടാണ്ടിരിക്കുന്ന ടാസ്ക് ബിഗ് ബോസ് വെറുതെ ഇട്ട് നോക്കിയതാണ്. എന്തായാലും അത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ അനീഷ് അത് മനസ്സിലാക്കി. ഇവർക്കാർക്കും കളി മനസ്സിലായില്ല. പിന്നെ നമ്മളെ വീഡിയോ കണ്ടവർക്ക് തിരിയും. നമ്മളെന്തേരെ പറഞ്ഞില്ലേ കത്താൻ പോകുന്നത് അനീഷ് തന്നെ കത്തുക. നമ്മള് ഫസ്റ്റത്തെ വീഡിയോ കണ്ടില്ല, ഒന്ന് പോയി നോക്കണേ. പറഞ്ഞിന് വ്യക്തമായി പറഞ്ഞ അനീഷ് കത്തുന്നു. അതേപോലെ തന്നെ അനീഷ കത്തുന്നുള്ളൂ. ഇപ്പൊ അനീഷും എന്നെ മെയിനായിട്ട്. എന്നാ ബാക്കി അടുത്ത വീഡിയോയിൽ